ഇനി നമുക്ക് മഖ്റജുകളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കാം. ഒരു മഖ്റജിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ആ അക്ഷരങ്ങളുടെ സിഫത്തുകൾ ഏതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇപ്പോൾ ഷഫവി, മുമ്പ് നമ്മൾ പറഞ്ഞു ഷഫവി, ഇരു ചുണ്ടുകൾ കൊണ്ടോരോവിടും മൂന്നക്ഷരം ബാവും വാമീമും വാവും ചൊല്ലിടാം എളുപ്പത്തിൽ എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഇവിടെ ഒന്നാമത്തെ മഖ്റജ് ഷഫവിയ, രണ്ട് ചുണ്ടുകൾ കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരമാണ്. അതിന്റെ സിഫത്തുകൾ ഏതൊക്കെയാണ് നോക്കൂ. ഈ ബാവിന്റെ നേരെ മേലോട്ട് പോവുക, മുറക്കാണ്, അതായത് നാവ് താഴ്ത്തി പറയണം. പിന്നെയും മേലോട്ട് പോയാൽ മജ്ഹൂറാണ്. മജ്ഹൂർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ശബ്ദ മുഴക്കമുണ്ടാവുന്ന അക്ഷരം. ഇവിടുന്ന് പിന്നെ മേലോട്ട് പോയാൽ ഷദീദാണ്, സ്ട്രോങ് അക്ഷരമാകുന്നു. അപ്പോൾ ബ എന്ന അക്ഷരം ഷദീദും മജ്ഹൂറും മുറക്കും കൂടിയ അക്ഷരമാകുന്നു ബ എന്ന അക്ഷരം. അതുപോലെ ദ്വാദ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അക്ഷരമാകുന്നു ദ്വാദ്. ഈ ദ്വാദിന്റെ മഖ്റജ് ഏതാണ്? അസ്നാനി ലിസ്സവി, പല്ലും മോണയുമാകുന്നു. പല്ലും മോണയും കൂടിയിട്ടാണ് ഈ ദ്വാദിനെ ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം നേരെ മേലോട്ട് പോയാൽ മുഫഹമാണ്, നാവ് ഉയർത്തി ചുണ്ട് കൂർപ്പിച്ച് പറയണം. പിന്നെയും മേലോട്ട് പോയാൽ മജ്ഹൂറാണ്, നല്ല മുഴക്കമുണ്ടാവണം. പിന്നെയും മേലോട്ട് പോയാൽ ഷദീദ് ഇംഫിജാറാണ്, നല്ല സ്ട്രോങ് വേണം. ഇവിടെ സാധാരണ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അക്ഷരമാകുന്നു ദ്വാദ്. ഇത് ഉച്ചരിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദ്വാദ് ഉച്ചരിക്കുമ്പോഴും ള ഉച്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ദ്വാദ് എന്നുള്ളത് നമ്മളിവിടെ അതിന്റെ ഷർത്തുകൾ പറഞ്ഞു, വിശേഷണങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? മുഫഹമാണ്, ചുണ്ട് കൂർപ്പിച്ച് നാവ് ഉയർത്തി പറയണം. മജ്ഹൂറാണ്, ഉള്ളിൽ നല്ല മുഴക്കം ഉണ്ടാവണം. ഷദീദാണ്, നല്ല സ്ട്രോങ് വേണം. ഈ മൂന്ന് സിഫത്തും അസ്നാനി ലിസ്സവി, പല്ലും മോണയും കൂട്ടി ഉച്ചരിക്കേണ്ട അക്ഷരമാകുന്നു ദ്വാദ്. ദ്വാദ് ദ്വാദ് എന്നാ ള എന്നാ നോക്കി എവിടെ എന്താണ്? ഇത് മാ ബൈനൽ അസ്നാൻ, രണ്ട് പല്ലിന്റെയും ഇടയിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത്. ദ്വാദ് ഉച്ചരിച്ചത് പല്ലും മോണയും. എന്നാ വായോ മാ ബൈനൽ അസ്നാൻ, രണ്ട് പല്ലിന് ഇടയിൽ വെച്ചാണ് ഉച്ചരിക്കേണ്ടത്. അതങ്ങ് മേലോട്ട് പോയാൽ മുഫഹമാണ്, നാവ് ഉയർത്തണം. മജ്ഹൂറാണ്, ശക്തി വേണം. റിഹ്വാണ്, സ്ട്രോങ് ഇല്ല എന്നർത്ഥം, നേർപ്പിച്ച് പറയണം. ദ്വാദാണെങ്കിൽ സ്ട്രോങ് പറയണം, വ ആണെങ്കിൽ റിഹ്വ്, നേർപ്പിച്ച് പറയണം. അപ്പൊ ഈ രണ്ട് അക്ഷരം തമ്മിൽ വ്യത്യാസം, ഒന്ന് ദ്വാദാണ്, രണ്ട് വ ആണ്. ഇത് ഇത് രണ്ടുമല്ലാത്ത അക്ഷരമാകുന്നു. അള്ളാഹു എന്ന് പറയുന്ന ലാമിനെ തഫ്ഖീം ചെയ്യുമ്പോൾ അള്ളാഹു അള്ളാഹു അള്ളാഹു, ഇതാണെങ്കിലോ ലേശം കാറ്റ് പുറത്തു പോകണം, അള്ളാഹു. ഇതാണെങ്കിലോ അബ്ബാഹു അബ്ബാഹു. ഇത് മൂന്നും ഒരേ രൂപത്തിൽ ഉച്ചരിക്കാൻ പാടില്ല. എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അക്ഷരങ്ങളാകുന്നു ഇതെല്ലാം.